വേനൽക്കാലത്ത് ശക്തമായ ചൂടിനെ മറയൂർ മലനിരകളിൽ വ്യാപകമായി കാട്ടുതീയുണ്ടായി. തീ കാന്തല്ലൂർ അഞ്ചുനാട് കോളേജ് ഓഫ് അപ്ലയൻസസ് ക്യാമ്പസിലേക്ക് പടർന്നതിനെ തുടർന്ന് കോളേജ് ക്യാമ്പസിന് വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ സമീപത്തെ കാരയൂർ ഭാഗത്ത് പടർന്ന കാട്ടുതീയാണ് ശക്തമായ കാറ്റ് വീശിയതോടെ കോളേജ് ക്യാമ്പസിലേക്ക് വ്യാപിച്ചത്. വേനൽക്കാലത്തെ ശക്തമായ ചൂടിനിടെ മറയൂർ മലനിരകളിൽ വ്യാപകമായി കാട്ടുതീയുണ്ടായി. തീ കാന്തല്ലൂർ അഞ്ചുനാട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ക്യാമ്പസിലേക്ക് പടർന്നതിനെ തുടർന്ന് കോളേജ് ക്യാമ്പസിന് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ സമീപത്തെ കാരയൂർ ഭാഗത്ത് പടർന്ന കാട്ടുതീയാണ് ശക്തമായ കാറ്റ് വീശിയതോടെ കോളേജ് ക്യാമ്പസിലേക്ക് വ്യാപിച്ചത്. കെട്ടിടത്തിന് പുറത്തുനിന്നുള്ള സർവീസ് വയറുകൾക്ക് ആദ്യം തീ പിടിച്ചു. തുടർന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ, പഴയ കസേരകൾ, ടെറസിന് മുകളിൽ കിടന്ന കരിയിലകൾ എന്നിവയിലേക്ക് തീ പടർന്നു. കുടിവെള്ള പൈപ്പുകളും കത്തി നശിച്ചു. ക്യാമ്പസിനുള്ളിൽ ഈ സമയം 150-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഉണ്ടായിരുന്നു. തീ കെട്ടിടത്തിനുള്ളിലേക്ക് പടരാതിരിക്കാൻ വിദ്യാർത്ഥികളും ജീവനക്കാരും ഒന്നിച്ച് വെള്ളമെത്തിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചു. കൗണ്ടർ ഫയർ നൽകിയും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും ഇവർ തീ നിയന്ത്രണത്തിന് ശ്രമിച്ചു. മറയൂർ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. കോളേജ് വിദ്യാർത്ഥികളെല്ലാം സുരക്ഷിതരുമാക്കി. മറയൂർ മലനിരകളിലെ തീർത്ഥമല, പെരടിപ്പള്ളം, കാരയൂർ തുടങ്ങിയ മേഖലകളിലും വ്യാപകമായി കാട്ടുതീ പടർന്നിട്ടുണ്ട്. ഹെക്ടർ കണക്കിന് വനഭൂമി മണിക്കൂറുകൾക്കുള്ളിൽ കത്തി നശിച്ചു. ഓരോ വർഷവും കാട്ടുതീ നിയന്ത്രണത്തിനായി വനംവകുപ്പ് വൻതുക ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായ നടപടികൾ ഇല്ലാത്തതിന്റെ തെളിവാണ് ജൈവ വൈവിധ്യത്തിന് വരുന്ന വൻ നഷ്ടമെന്ന് പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാട്ടുന്നു. സിറ്റി വിഷൻ, മറയൂർ.